ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വിനുമോന് ദൈവം കൊടുത്ത നിധിയാ മീനാക്ഷി. നിർത്ത്. തെരുവിൽ കിടന്ന് ഒരുത്തനെ എടുത്തു വളർത്തി കുടുംബം കുട്ടിച്ചോറാക്കിയത് പോരാഞ്ഞിട്ട് പഴച്ച് തെണ്ടി നടന്ന ഒരുത്തിയെ വിളിച്ചോണ്ട് വന്ന് കുടുംബത്തിൽ കയറ്റാനോ? നടക്കില്ല, സമ്മതിക്കില്ല ഞാൻ. ഇവളെയും കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം, ഇല്ലെങ്കിൽ തല്ലി ഇറക്കിയിരിക്കും ഞാൻ. മാധവേട്ടാ. മീനാക്ഷി നിക്ക്. പ്രകാശേ, സത്യം അറിയാതെ പഴിചാരരുത്. മീനാക്ഷി തെരുവിൽ പിഴച്ച് ജീവിക്കുന്നവളല്ല, അന്തസ്സുള്ള കുടുംബത്തിലെ പെണ്ണ. ആപത്ത് കാലത്ത് ചന്ദ്രുവിന് കൈത്താങ്ങായവളാ. ഇവളെ പടിയിറക്കരുത്. എതിർപ്പൊന്നും പറയരുത് പ്രകാശേട്ടാ. കുടുംബത്തിന് ഉതകിയവളെ കൂടെ പാർപ്പിച്ച മേൽഗതിയെ ഉണ്ടാകൂ. നല്ല ചന്തയുള്ള ആന്റി. വിനു അങ്കിളിന്റെ വൈഫ് സൂപ്പർ. ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കും മുമ്പേ ഭൂരിപക്ഷ അഭിപ്രായത്തെ മാനിക്കണല്ലോ അളിയാ. മീനാക്ഷി കുടുംബത്തിന് ദോഷക്കാരി അല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അവരെ അകത്തേക്ക് ക്ഷണിക്കേ. വേണ്ട. ഇത്രയും കാലം ഇവിടുത്തെ ഉപ്പും ചോറും കഴിച്ച് ജീവിച്ചവനാ ഇവൻ. ഒരു പെണ്ണിനെ കെട്ടുന്നതിന് മുമ്പ് അച്ഛനോടോ അമ്മയോടോ ഒരു വാക്ക് ചോദിക്കേണ്ട ധാർമ്മികമായ കടമ ഇവനില്ലേ? ചോദിച്ചില്ലല്ലോ. തന്നിഷ്ടപ്രകാരം കഴിച്ചു വന്നവന് ഒരിടം കൊടുത്താലേ പിന്നെ ഇവന്റെ തന്നിഷ്ടത്തിന്റെ ഘോഷയാത്രയായിരിക്കും ഇവിടെ. മതി. സ്വന്തം രക്തത്തിൽ പിറന്ന മക്കളും മുഖം തിരിച്ചപ്പോ മുഖം തരാൻ ഇവനേ ഉണ്ടായിരുന്നുള്ളൂ. പട്ടിണി കിടക്കാതെ അന്നത്തിനുള്ള അരി വാങ്ങാൻ ഇവൻ വേർപ്പൊഴുക്കി ഉണ്ടാക്കിയ പണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രായപൂർത്തിയായ ഇവന് ഒരു പെണ്ണിനെ കെട്ടി കൂടെ പാർപ്പിക്കാൻ ആരുടെ അനുവാദം ആവശ്യമില്ല. ഈ വീടിന്റെ ഗ്രഹനാഥൻ ഇപ്പോഴും മാധവൻ നായരാണ്. ചന്ദ്രികെ, മോനെയും മരുമോളെയും വിളിച്ച് ആരതി ഒഴിഞ്ഞ് അകത്ത് കയറ്റ്. തടയുന്നത് ഏതവനാണെന്ന് ഈ മാധവൻ നായരെന്ന് നോക്കട്ടെ. മാനത്തെ കൊട്ടാരം